ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ ജി വി ഹരി പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാണ് ഈ ക്ഷേമം നടത്താത്തത്, ഇടപെടാത്തത് യു ഡി എഫ് സർക്കാരെന്ന്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ കണക്കറിയാം. നമ്മുടെ എൽ ഡി എഫ് സർക്കാർ 35,750 കോടി രൂപയുടെ സംസ്ഥാന പദ്ധതി വിഹിതമാണ്. അതിൽ നിന്ന് 5,380 കോടി, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 5,380 കോടി വെട്ടിക്കളഞ്ഞു. അവിടെ പലവിധ പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളാകെ പെട്ടുകിടക്കുകയാണ്. അപ്പോഴും വന്നിരുന്ന് ജി വി ഹരി പറയുന്നത് എല്ലാം ചെയ്യുന്ന സർക്കാരാണെന്ന്. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക്, ജി വി ഹരി പറഞ്ഞത് കൂടി കണക്കിലെടുത്തുകൊണ്ട്? ഇല്ല, ഹരി പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് തന്നെ പറയാം. ഏത് തരത്തിലാണ് ഇപ്പോൾ അവരെ പറയല്ല, സാമ്പത്തികമായിട്ട് വളരെയധികം ദുരിതത്തിലാക്കിയിട്ടാണ് ഈ LDF സർക്കാർ അധികാരം ഒഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്തൊക്കെ സാമ്പത്തിക സ്രോതസ് പിന്നീട് ഉണ്ടായി. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട വിഹിതം കിട്ടിയാൽ മാത്രമേ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുണ്ടായി എടുക്കാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമീണ തലങ്ങളിൽ വരെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞ മുഴുവൻ തടഞ്ഞു നിർത്തുമ്പോൾ, ഇപ്പൊ ഹരി പറഞ്ഞൊരു കാര്യം, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നൊരു കാര്യം. ഒന്ന്, കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ അല്ലെങ്കിൽ BJP ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു പറയും, നല്ല കാര്യം. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്ന, BJP സർക്കാർ പറയുന്ന, നരേന്ദ്രമോദി സർക്കാർ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അത് വിശ്വസിക്കുകയാണ്. ഒന്ന്, ഇവിടെ ഈ കിഫ്ബിയുടെ വായ്പ അത് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഗതികെട്ടില്ല. കാരണം അതിന്റെ മുഴുവൻ ബാധ്യതയും കേന്ദ്രത്തിന്റെ തലയിൽ വരെ ഭവിച്ചേക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ അവരുടെ ചുമലിലേക്കോ ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. LDF സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതിവിടെ നടപ്പാക്കി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ വിദ്യാലയങ്ങൾ വളരെയധികം ഹൈടെക് വിദ്യാലയങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ എങ്ങനെ തിരിച്ചടക്കുക, അത് രണ്ടാമത്തെ കാര്യമാണ്. തിരിച്ചടയ്ക്കാനുള്ള സ്രോതസ് കൂടി കണ്ടുകൊണ്ടായിരിക്കില്ല ആ സർക്കാർ. അത് LDF UDF സർക്കാർ അംഗീകരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വരും, അതിന്റെ മുഴുവൻ ഭാരവും വരും എന്ന് കണ്ടിട്ട് ആണ് അത് ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് ഈ ബജറ്റ് കടത്തിലേക്ക് ഇത് ഉൾപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ, നമ്മൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തങ്ങളുടേതല്ലാത്ത സർക്കാർ, ഇരട്ട എഞ്ചിൻ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിൽ കൊണ്ടുവരുന്ന ദുഷ്ടലാക്കോടുകൂടി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ന്യായീകരിക്കലാവും. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. ഇവിടെ ഓരോ വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അത് നമ്മൾ കണ്ടതാണ്. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അക്കാലത്ത് നിർമ്മലാ സീതാരാമൻ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിയില്ല, ഈ റിപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ബാലഗോപാൽ അയച്ചു കൊടുത്തതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരിയെന്നുള്ള ഞാൻ കണക്ക് നോക്കാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ലക്ഷ്യം, അത് നമ്മൾ അംഗീകരിക്കലാണോ? അത് അംഗീകരിച്ചാൽ ശരിയാണ്. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓരോ UDF ഭരിക്കുക, കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഞെക്കിപ്പിഴിയും. ഒരു കാലത്ത് നമ്മൾ അത് ന്യായീകരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. സത്യത്തിൽ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിനൊക്കെ ബേസിക് സംഭവം ഉള്ള രീതിയിൽ ഞാൻ കാണുന്നത്, LDF സർക്കാർ ഇപ്പൊ പിണറായി ഭരിച്ചാലും അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്താണെങ്കിലും ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ആര് ഭരിച്ചാലും 2014 അധികാരത്തിലേറിയിട്ടുള്ള മോദി സർക്കാർ കേരളത്തോട് ഈ രീതിയിൽ തന്നെ പെരുമാറും.